ഉത്സവത്തിനും വർണ്ണാഭമായ തുടക്കം. കാട്ടാക്കടയുടെ സാംസ്കാരിക ഭൂപടത്തിൽ പുതിയ രേഡ് കുറിച്ച് കാട്ടാൽ പുസ്തകമേളയും സാംസ്കാരിക ഉത്സവവും ആരംഭിച്ചു. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ മെയ് 22 ആരംഭിച്ച ഈ മഹാമേള 31 വരെ നീണ്ടു നിൽക്കും. മെയ് 22 നടന്ന വർണ്ണാഭമായ ഉദ്ഘാടന സമ്മേളനത്തിൽ ഗതാഗത മന്ത്രി CP ജോൺ സാംസ്കാരിക ഉത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ എഴുത്തുകാരൻ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ പുസ്തകമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഈ വർഷത്തെ കാട്ടാൽ പുരസ്കാരം പ്രശസ്ത ഗായകൻ വേടൻ ഹരിദാസ് മുരളി ഏറ്റുവാങ്ങി. ഉദ്ഘാടന ചടങ്ങിൽ MLA-മാരായ G. സ്റ്റീഫൻ, MR ബൈജു, IB സതീഷ്, അഡ്വക്കേറ്റ് I. സാജു, കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി VJ സുനിത തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സാംസ്കാരിക വിരുന്നിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. സാഹിത്യം, കല, പുസ്തക പ്രകാശനങ്ങൾ, പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, കവിയരങ്ങ്, കലാസാഹിത്യ മത്സരങ്ങൾ, നാടകോത്സവം, തെരുവു നാടക മത്സരം, പുസ്തകശില യാത്രകൾ, വിപണനമേള, അമ്യൂസ്മെന്റ് പാർക്ക്, ഗോസ്റ്റ് ഹൗസ്, കാട്ടാൽ സമ്മാന വിസ്മയം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന വിജ്ഞാനപ്രദവും വിനോദപ്രദവുമായ നിരവധി പരിപാടികൾ മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. മെയ് 31 വരെ നീണ്ടു നിൽക്കുന്ന ഈ സാംസ്കാരിക ഉത്സവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പത്ത് വർഷമായി നടന്നു വരുന്ന കാട്ടാൽ പുസ്തകമേള എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും ജനകീയമായ പുസ്തകോത്സവങ്ങളിലൊന്നാണ്. ഇത്രയേറെ ജനപങ്കാളിത്തമുള്ള ഗ്രാമഹൃദയത്തിൽ ഗ്രാമത്തിന്റെ പൂർണ്ണ പ്രാതിനിധ്യത്തോടു കൂടി നടത്തപ്പെടുന്ന പുസ്തകമേളകൾ കുറവാണ്. പണ്ട് ഇവിടെ കാട്ടാക്കടയിലെ കാട്ടാൽ എന്ന് വിളിക്കപ്പെട്ട സ്ഥലത്ത് ആൽത്തറയിൽ വർഷങ്ങൾക്ക് മുമ്പ് സാഹിത്യ സാംസ്കാരിക നാടൻ സൗഹൃദങ്ങൾ പങ്കുവച്ചിരുന്ന ആളുകളുടെ വിനിമയത്തിന്റെ ഓർമ്മയിലാണ് ഇവിടെ ഇങ്ങനെ ഒരു പുസ്തകോത്സവം തുടങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട്. അന്നും വലിയ ജനപങ്കാളിത്തമായിരുന്നു. ഇവിടുത്തെ പ്രഭാഷണങ്ങൾ കേൾക്കാനും ഇവിടുത്തെ മറ്റ് കലോത്സവങ്ങളിൽ പങ്കെടുക്കാനും 15 ലക്ഷത്തോളം പുസ്തകങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നല്ല രീതിയിൽ വിറ്റു പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും പുസ്തകങ്ങളുടെ ഭാവി ഇരുളടഞ്ഞതല്ല എന്ന് ഈ പുസ്തകോത്സവം നമുക്ക് ഉറപ്പു തരുന്നു. എന്ന് മാത്രമല്ല, തനി ഗ്രാമീണരായ സാധാരണ മനുഷ്യർ പുസ്തകങ്ങൾക്കിടയിലേക്ക് വരുന്നതും പുസ്തകം അവരെ സ്വീകരിക്കുന്നതും അവർ പുസ്തകത്തെ സ്വീകരിക്കുന്നതുമായ വലിയൊരു സംസ്കാര വിനിമയം ഇവിടെ നടക്കുന്നുണ്ട്. ഇന്നും അനാഥരുടെയും ദുഃഖിതരുടെയും ഏകാകികളുടെയും ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും തിരസ്കൃതരുടെയും നിന്ദിതരുടെയും നിരാശ്രയരുടെയും സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി പുസ്തകം തന്നെയാണ്. വായിക്കുന്നവർ സ്വതന്ത്രരാകും. വായിക്കുന്നവരെ അടിമകളാക്കാൻ ആർക്കും സാധിക്കുകയില്ല. വായിച്ചു വളരുന്നവരാണ് നവോത്ഥാനത്തിന്റെയും പുരോഗമന രാഷ്ട്രീയത്തിന്റെയും വിത്ത് നാട് മുഴുവൻ വിതച്ചത്. അതുകൊണ്ട് കാട്ടാൽ പുസ്തകമേള കാട്ടാക്കടയുടെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ഒരു നവോത്ഥാനത്തിന്റെ കേന്ദ്രമായി ഞാൻ മനസ്സിലാക്കുകയും ഈ പരിപാടിയെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയും ചെയ്യും. കാട്ടാക്കടയുടെ സാംസ്കാരിക ഉത്സവമായ കാട്ടാൽ പുസ്തകമേളയ്ക്ക് ഇന്ന് തിരിതെളിയുകയാണ്. 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ മേള ഇപ്രാവശ്യവും ഏറ്റവും ഭംഗിയായി ഏറ്റവും ചിട്ടയോടുകൂടി നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് അതിന്റെ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. ഓരോ വർഷം കഴിയുന്നതോറും കൂടുതൽ ജനവിഭാഗങ്ങളുടെ പിന്തുണ ആർജിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പുസ്തകങ്ങൾ 15 ലക്ഷത്തിലേറെ രൂപയുടെ പുസ്തകങ്ങൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ ഇപ്രാവശ്യവും അതിനേക്കാൾ കൂടുതലായിട്ടുള്ള പുസ്തകങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി കഴിയും. വിവിധ തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ ഇതിനോടനുബന്ധിച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ മുന്നൊരുക്കങ്ങളും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മേള വൻപിച്ച വിജയമാക്കാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. കളക്ഷനൊക്കെ നല്ല കളക്ഷനാണ്. വായിക്കാൻ നല്ല പുസ്തകങ്ങളുള്ള ഒരു കളക്ഷനാണ്. എല്ലാ
സാഹിത്യകാരന്മാരുടെയും ബുക്കുകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രസാധകരുടെയും പുസ്തകങ്ങൾ ഈ കാട്ടാൽ മേളയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചിന്ത പബ്ലിഷേഴ്സ്, DC ബുക്സ്, മാതൃഭൂമി, ഒലിവ്, ഗ്രീൻ, പ്രോഗ്രസ്, ഹരിതം, ഇൻസൈറ്റ്, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എന്നിങ്ങനെ നിരവധി പ്രസാധകരുടെ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ, നോവൽ, ചെറുകഥകൾ, ബാലസാഹിത്യങ്ങൾ, നാടകങ്ങൾ, തിരക്കഥകൾ, ഇങ്ങനെ എല്ലാ മേഖലയിലും പെട്ട പുസ്തകങ്ങളും ഈ മേളയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു പരിധിവരെ പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാവിധ വായനക്കാരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ പുസ്തകോത്സവമാണ് ഇപ്രാവശ്യം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ വിജ്ഞാനപ്രദമാകുന്ന വിവിധ മേഖലകളിൽപ്പെട്ട പുസ്തകങ്ങൾ ഈ പുസ്തക സ്റ്റാൾ സന്ദർശിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. ഇത് മുഴുവൻ ആളുകളും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നഗരമാണ്, ഒരു ഗ്രാമ നഗരമാണ്. ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. പിന്നെ ആലങ്കോട് സുഹൃത്ത് ആലങ്കോട് ലീലാകൃഷ്ണൻ, എന്റെ ആത്മസുഹൃത്തും അല്ല എന്ന് മനസ്സിലാക്കണം. സ്വാർത്ഥമായ സഹകരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇനി ഞങ്ങളോടൊപ്പം എപ്പോഴും കാട്ടാക്കട ദിവാകരൻ സ്മാരക പുരസ്കാരം നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള സംഗീത സംവിധായകൻ ശ്രീ വിജയ്കറിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കാട്ടാക്കട പ്രേംകുമാർ പുരസ്കാരം ശ്രീ ഊരുട്ടമ്പലം ബാലകൃഷ്ണൻ നൽകാനും നമ്മൾ നിശ്ചയിച്ചു. ഇതുപോലൊരു സാംസ്കാരിക പരിപാടിയിലേക്ക് ക്ഷണിച്ചാൽ അവിടെ വരുന്നതിനെ കുറിച്ച് തീർച്ചയായും ഞാൻ ഈ കാട്ടാക്കട പുസ്തകമേള നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാനവിടെ കയറി പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മന്ത്രിസഭാംഗമായി ചാർജ് എടുത്തതിന് ശേഷം തിരുവനന്തപുരത്തിന് പുറത്ത് അല്ലെങ്കിൽ തലസ്ഥാനത്തിന് പുറത്ത് ഒരു വിപുലമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് യാദൃശ്ചികമായിരിക്കാം. ഇത് ആദ്യത്തെ പരിപാടിയാണ് എന്ന് പറയുന്നതിൽ ഞാനിവിടെ പറഞ്ഞപ്പോഴാണ് അത് ആലോചിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് അറിവ് നേടാനുണ്ടായിരുന്ന ഏക മാർഗം
ഇത്രയും ജനകീയമായി ഒരു പുസ്തകോത്സവവും കേരളത്തിൽ നടക്കുന്നില്ല. ഇന്ത്യയിൽ മറ്റെവിടെയും നടക്കാനും സാധ്യതയില്ല. ഇത്രയേറെ ആളുകൾ അക്ഷരത്തിന്റെ പേരിൽ, പുസ്തകത്തിന്റെ പേരിൽ ഒത്തുചേരുക. ഈ പുസ്തക ശിഖായാത്രകൾ ഇന്ന് തപോമയുടെ അക്ഷരം എന്ന പുസ്തകമാണ് ഇവിടെ കൊണ്ടുവന്നത് ഈ സന്തോഷ് കുമാറിന്. അതുപോലെ പല ഗ്രാമമേഖലകളിൽ നിന്നും വായനശാലകൾ പുസ്തകം കൊണ്ടുവരും. 15 ലക്ഷത്തോളം പുസ്തകം ഒരുക്കിയ ഒരു വലിയ സ്റ്റാളാണ് ഞാൻ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് കൊച്ചുമക്കള് ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഒരു പുസ്തകമേള 10 ദിവസത്തെ ഉത്സവമായി ആഘോഷിക്കുക എന്ന് പറയുന്നത് അത് കാട്ടാക്കടയിൽ മാത്രം നടക്കുന്ന ഒരു വലിയ പ്രിവിലേജ് തന്നെയാണ്. അപ്പൊ അത് ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഈ 10 ദിവസത്തിനുള്ളിൽ ഒരു 2 പുസ്തകമെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിച്ച് വായിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും അത്. വായിക്കുക. എന്നെ ഇപ്പൊ ഞാൻ നിൽക്കുന്നിടത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് വിട്ടത് വായനകളാണ്. ഞാനും എപ്പോഴും എല്ലാ അയ്യന്മാരോടും അനിയത്തിമാരോടും പറയുന്ന ഒരു കാര്യം, പുസ്തകം നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും. നമ്മുടെ കയ്യില് എല്ലാ ആധുനിക ടെക്നോളജികളും ഉണ്ട്. നമ്മുടെ കയ്യിൽ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിരലിന്റെ അറ്റത്ത് എല്ലാ ഇൻഫർമേഷൻസും നിൽക്കുന്ന ഒരു സമയത്ത് ആണെങ്കിൽ കൂടി പുസ്തകം നിങ്ങളെ ഇച്ചിരി കൂടി കരുണയുള്ള മനസ്സിലാക്കി മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ദയവ് ചെയ്ത് പുസ്തകങ്ങൾ ഈ കാട്ടാക്കടയുടെ ഹൃദയഭൂമികയിലേക്ക് ഒരു പാട്ട് പാടുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ താഴ്മയോടെ ക്ഷണിക്കുന്നു. കാണുമോ അതോ